എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ കലാഭവൻ ബിനുവാണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്, ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വരുന്ന ഓണത്തിന് പ്രശസ്ത സിനിമാ താരങ്ങളായ കണ്ണൻ സാഗറിനെയും സ്റ്റാൻലി കോട്ടയത്തെയും പങ്കെടുപ്പിച്ച് കൂടെ ഞാനും ഞങ്ങളെ കൂടാതെ UK നിന്ന് ഒരു പറ്റം മികച്ച കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചിട്ട് ഒരു കുഞ്ഞ് നല്ല മെഗാ ഷോ ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, 3.5 മണിക്കൂർ. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ദിവസം സ്റ്റാൻലിയുടെയും കണ്ണൻചേട്ടൻ്റെയും വിസ നിസ്സാര കാരണം എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ, നമ്മുടെ മാക്സിമം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ നിർഭാഗ്യം എന്നേ പറയാനുള്ളൂ, വേറെ വാക്കില്ല അതിന്. നിർഭാഗ്യവശാൽ അത് റിജക്റ്റായി. സ്വാഭാവികമാണ്, എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പറ്റിപ്പോയി. നല്ല വിഷമമുണ്ടായിരുന്നതിൽ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു രണ്ടുപേരെയും കൊണ്ടുവരണം എന്നുള്ളത്. മുമ്പ് ഇങ്ങനെ ഒരുപാട് ഷോ ഇവിടെയല്ല, പുറത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നാട്ടിലുമൊക്കെ. പക്ഷേ ഇവിടെ UK ഫസ്റ്റാണ്. പക്ഷേ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഒരു നിർഭാഗ്യം കൊണ്ട് അത് നടന്നില്ല, അത് റിജക്റ്റായിപ്പോയി. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത്, കഴിഞ്ഞ ഒരു 35 വർഷക്കാലമായിട്ട് എൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ ചെറിയ കുഞ്ഞു ഭക്തിഗാനമേള, ചർച്ച് കൊയർ, വെഡിങ്, അങ്ങനെ ചെറിയ പരിപാടികളിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ സമയം മുതൽ എനിക്ക് ഉള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ കുറേ ഇങ്ങോട്ട് വന്നു. ഗാനമേളയിലേക്ക് കയറി, ഗാനമേള ട്രൂപ്പുകളിൽ ഇങ്ങനെ പല ട്രൂപ്പുകളിലും, കൊച്ചിൻ ഹരിശ്രീ, കലാഭവൻ, KPSC എന്നുള്ള കായംകുളം KPSC, അതിൻ്റെ ഗാനമേള ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഗാനമേള നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ കോട്ടയം, മംഗളൂർ, അങ്ങനെ ഒരുപാട് ട്രൂപ്പുകളിൽ പാടിയിട്ടുണ്ട് 12 മുതലേ. അപ്പം പിന്നെ നമ്മുടെ പാരലായിട്ട് നമ്മുടെ സ്വരരാഗ് എന്നുള്ള ട്രൂപ്പും ഉണ്ട്, ഇപ്പോൾ ഉള്ള ട്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അനുഭവം എന്ന് പറയുന്നത്, എത്ര നല്ലതായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നാലും, എത്ര ഗംഭീരമായിട്ട് ചെയ്താലും, ചില സ്ഥലങ്ങളിൽ, കാരണം ഒരു 10 പരിപാടി ചെയ്യുകയാണ് ഒരിടത്ത് എന്നുള്ള കണക്ക് ചില നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ്, നാട്ടിലുമൊക്കെ. പക്ഷേ ഇവിടെ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 7ഓളം പ്രോഗ്രാമാണ് നമ്മൾ UK പ്ലാൻ ചെയ്ത് നമ്മളെ ബുക്ക് ചെയ്തിരുന്നത്. അതിലൊരു പ്രോഗ്രാം മാത്രം ചേഞ്ച് ആയിപ്പോയി. കാരണം അത് ഞാനും കണ്ണൻചേട്ടനും സ്റ്റാൻലിയും മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി ആരും ഇല്ലായിരുന്നു ആ ഒരു ഷോയ്ക്ക്. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് നിലവിൽ ചെയ്യുന്നത്, അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തൊട്ട് 2 ദിവസം മുമ്പാണ് ഈ വിസ റിജക്റ്റ് ആവുന്നത്. പക്ഷേ ഞാനിത് വളരെ സങ്കടത്തോടെ, കണ്ണൻചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ അത് റിജക്റ്റ് ആയിട്ടാണ്, കാരണം ആ മെയിൽ അവർക്കാണ് വരുന്നത്. അപ്പം സ്റ്റാൻലിയും വിളിച്ചു, ഞങ്ങളെല്ലാം വളരെ വിഷമത്തിലായി. ഈ സാഹചര്യത്തിൽ ഞാനിത് പിന്നെ നമ്മുടെ ഇവിടെ UK കമ്മിറ്റിക്കാരെ അറിയിക്കണമല്ലോ. അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ഞാൻ ഇവരെയെല്ലാം വിളിച്ചു, ഹെവി ടെൻഷനോടുകൂടി, വിഷമത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞപ്പം അവരുടെയൊക്കെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, നമുക്കത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു അനുഭവമാണ്. കാരണം ഒരാൾ പോലും എതിർത്തൊരു വാക്ക് പറയുക, അല്ലെങ്കിൽ ചിലർക്ക്, നമുക്ക് ഈ പറഞ്ഞ എനിക്ക് വരെ ഒരു പക്ഷേ ദേഷ്യം ഉണ്ടാവും ഇങ്ങനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ. കാരണം ഇപ്പോൾ അടുത്ത ശനിയാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവരോട്ടേക്ക് ഇന്നലെ വിളിച്ചല്ല പിന്നെ ഞാൻ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു പ്രശ്നം. ഒരു വ്യക്തിയല്ല, ഒരു കമ്മിറ്റിയല്ലേ. പക്ഷേ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുകയും എന്നോടൊപ്പം ഫുൾ സപ്പോർട്ട് തരികയും ചെയ്തു. കാരണം ഒരിടത്ത് മാത്രം, കാരണം അത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു അവിടെ, ബാക്കി ടീംസ് ഇല്ലായിരുന്നു ആ ഒരു പ്രോഗ്രാം. പക്ഷേ അവിടെ മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ വേറെ റീഅറേഞ്ച് ചെയ്ത് കാണും എന്നുള്ള ഇതാണ്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പരിപാടി. അപ്പം ഞാൻ പറഞ്ഞ, ഇപ്പോൾ ഈ പരിപാടി മാറിപ്പോയി എല്ലാവർക്കും നന്ദി. കാരണം എല്ലാ കമ്മിറ്റിക്കാരും അവർക്കൊരു സ്പെഷ്യൽ നന്ദി പറയുകയാണ്. ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. ചിലപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ നടക്കും, ഉടക്കെ ചീത്ത വിളിക്കും, അതൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹം. പക്ഷേ ഇതിപ്പോൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ നിർത്തില്ല. ഗംഭീരമായ ഷോ ആയിട്ട് നമ്മൾ വീണ്ടും വരും, ഉറപ്പായിട്ട് വരും കേട്ടോ. അപ്പം അപ്പോഴൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.